ഹലോ ഫ്രണ്ട്സ്, നോക്ക് ദ റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഇന്ത്യൻ ചൈനീസ് ഡിഷായ വെജ് മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഒന്ന് ഉറപ്പുവരുത്തൂ കേട്ടോ. വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഡിഷ് 2 സ്റ്റെപ്പായിട്ട് വേണം തയ്യാറാക്കാൻ. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് വെജ് മഞ്ചൂരിയൻ ഗ്രേവി തയ്യാറാക്കലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് കാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എന്നിവ വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഫൈനായി ചതച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മൈദയും കോൺഫ്ലോറും കുറച്ചായി ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ഇട്ട് കുഴച്ചെടുക്കണം. എനിക്കിവിടെ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂൺ മൈദയും ആണ് വേണ്ടി വന്നിട്ടുള്ളത്. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല, അത് തെറ്റിപ്പോകരുത്. 3 ടീസ്പൂൺ വരുന്നതാണ് 1 ടേബിൾ സ്പൂൺ. എനിക്കിവിടെ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂൺ മൈദയും വേണ്ടി വന്നു വെജിറ്റബിൾ മിക്സ് നന്നായി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള ടെക്സ്ചർ കിട്ടുന്ന വരെ നിങ്ങൾ ആവശ്യത്തിന് കോൺഫ്ലോറും മൈദയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, വെജിറ്റബിൾ മിക്സ് ഈ രീതിയിൽ ഇങ്ങനെ വീഴുന്നതാണ് ഇതിന്റെ ശരിയായ പാകം. ഇനി ഇത് ചെറിയ ബോളുകളാക്കി എണ്ണയിൽ വറുത്തെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലേവർലെസ് ആയ ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓയിൽ ഒരു മീഡിയം ഹോട്ടായിൽ നമുക്ക് ബോൾസ് ഇട്ട് കൊടുത്ത് ഒരു 20-25 മിനിറ്റ് വരെ സമയമെടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ വെജിറ്റബിൾ ബോൾസ് പുറമേ മാത്രം ഫ്രൈ ആയി അകത്ത് കുക്കാകാതെ സ്റ്റിക്കി ആയി പോകും. അപ്പോൾ ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ എല്ലാ ബോൾസും നന്നായി ഗോൾഡൻ കളർ ആകുന്നവരെ സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ബോൾസ് എല്ലാം ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇതിവിടെ ഇരുന്ന് ചൂടാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. ഗ്രേവി തയ്യാറാക്കാനായി ഞാനിവിടെ വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, 8 ചുള വെളുത്തുള്ളി, 3 എരിവുള്ള പച്ചമുളക് എന്നിവ വളരെ ചെറുതായി ചോപ്പ് ചെയ്തതും, 1 ഗ്രീൻ കാപ്സിക്കം, 1 മീഡിയം സൈസ് സവാള എന്നിവ ക്യൂബായി കട്ട് ചെയ്തതും, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പോർഷനും വൈറ്റ് പോർഷനും സെപ്പറേറ്റ് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട്. സോസുകളുടെ മെഷർമെന്റും ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 3/4 ഗ്ലാസ് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളവും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാൻ. കാരണം ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഓരോ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ സെസമി ഓയിൽ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് എല്ലാം നന്നായി മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അടുത്തതായി സവാളയും കാപ്സിക്കവും ക്യൂബായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോസുകളെല്ലാം ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചൈനീസ് ഡിഷസ് എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് തന്നെ നമുക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത് കുറച്ചായി ഒഴിച്ച് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല സിൽക്കി ആയി മാറും. ഗ്രേവിയുടെ തിക്നെസ് ഓക്കെ ആയാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചൂടാറിയ ഫ്രൈഡ് വെജിറ്റബിൾ ബോൾസ് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേവിയിൽ ബോൾസ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ വെജിറ്റബിൾ ബോൾസ് എല്ലാം നല്ല ഫ്ലഫി ആയി നല്ല സോഫ്റ്റ് ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വെജ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പോർഷൻ വെച്ച് നമുക്ക് നമ്മുടെ വെജ് മഞ്ചൂരിയൻ ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ഡിഷാണിത്. ചപ്പാത്തി റൊട്ടിയുടെയും നാനിന്റെയും ഒക്കെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടേസ്റ്റി ഡിഷാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.